നമസ്കാരം. മറ്റുള്ളവരെ വേദനിപ്പിച്ച് അതിൽ ആനന്ദം കണ്ടെത്തുന്നവൻ, മെയിൽ ഷോവനിസ്റ്റ്, കടുത്ത സംശയരോഗി, ഭാര്യയെ ഇടം വലം തിരിയാൻ സമ്മതിക്കാത്ത സൈക്കോ. ഹബീബൂർ മാസ് എന്ന 26-കാരൻ്റെ ഞെട്ടിക്കുന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ അതിൽ പരാമർശിക്കുന്ന പദപ്രയോഗങ്ങളാണ് നിങ്ങളീ കേട്ടത്. എന്നാൽ ഇതിനേക്കാൾ ചേർച്ചയുള്ള മറ്റൊരു പേര് തന്നെയാണ് കോടതിയിൽ ഇയാൾക്ക് അഭിഭാഷകർ ഇട്ടുകൊടുത്തത്: ചിരിക്കുന്ന കൊലയാളി. UK-യിൽ നടു റോഡിൽ ഭാര്യയെ കുത്തി കൊലപ്പെടുത്തിയ കേസിലാണ് ഹബീബൂറിനെ കുറ്റക്കാരനാണെന്ന് ബ്രാഡ്ഫോർഡ് ക്രൗൺ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. സ്വന്തം കുഞ്ഞിൻ്റെ മുന്നിൽ വച്ചാണ് ഭാര്യയെ ദാക്ഷിണ്യമേതുമില്ലാതെ ഇയാൾ കുത്തി കൊലപ്പെടുത്തിയത്. ഇംഗ്ലണ്ടിലെ ബ്രാഡ്ഫോർഡിൽ 2024 ഏപ്രിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ബംഗ്ലാദേശ് സ്വദേശിയായ ഹബീബൂർ മാസ ഭാര്യ കുൽസുമ അക്തറിനെ പട്ടാപ്പകൽ നടു റോഡിൽ വച്ച 25 തവണയിലേറെയാണ് കുത്തിയത്. നരഹത്യയ്ക്കും മൂർച്ചയേറിയ വസ്തു കൈവശം വച്ചതിനും പ്രതി നേരത്തെ കുറ്റം സമ്മതിച്ചിരുന്നു. വിചാരണയ്ക്ക് ശേഷമാണ് പ്രതിക്കെതിരെ കൊലപാതക കുറ്റം തെളിഞ്ഞതെന്ന് ബ്രാഡ്ഫോർഡ് ക്രൗൺ കോടതി വ്യക്തമാക്കുകയായിരുന്നു. മർദ്ദനം, ഭീഷണി, നിരന്തരം പിന്തുടരൽ എന്നീ കുറ്റങ്ങളും ഹബീബൂറിനെതിരെ ചുമത്തിയിട്ടുണ്ട്. ഒൽദാമിലാണ് ദമ്പതികൾ താമസിച്ചിരുന്നത്. എന്നാൽ 2024 ജനുവരിയിൽ ഹബീബൂർ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് വീട് വിട്ട യുവതിയും കുഞ്ഞും ഒരു അഭയ കേന്ദ്രത്തിൽ താമസിച്ച് വരികയായിരുന്നു. ഹബീബൂർ സ്പെയിനിലാണെന്ന് കരുതിയാണ് ഒരു സുഹൃത്തിനെ കാണാൻ കുൽസുമ കുഞ്ഞുമായി പുറത്തിറങ്ങിയത്. എന്നാൽ യുവതിയുടെ ഫോൺ ലൊക്കേഷൻ മനസ്സിലാക്കി സ്ഥലത്തെത്തിയ ഹബീബൂർ യുവതിയെയും കുഞ്ഞിനെയും ബലമായി കൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നു. യുവതി എതിർത്തതോടെ കൈവശം കരുതിയ കത്തി കൊണ്ട് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. സംഭവശേഷം ഇയാൾ ശാന്തനായി ചിരിച്ചുകൊണ്ട് ബസ്സിൽ കയറി യാത്ര ചെയ്യുന്നതിൻ്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ CCTVകളിൽ പതിഞ്ഞിരുന്നു. ഈ തെളിവുകളടക്കം അഭിഭാഷകർ കോടതിയിൽ നിരത്തിയാണ് ഇയാളെ ചിരിക്കുന്ന കൊലയാളി എന്ന് വിശേഷിപ്പിച്ചത്. ഏപ്രിൽ 9 മൻഡേവില്ലയിലാണ് പ്രതി അറസ്റ്റിലായത്. ബംഗ്ലാദേശിൽ വെച്ചാണ് ദമ്പതികൾ വിവാഹിതരായത്. ഹബീബൂറിന് മാസ്റ്റേഴ്സ് കോഴ്സ് ചെയ്യാൻ സ്റ്റുഡൻറ് വിസ ലഭിച്ചതിനെ തുടർന്ന് 2022 ഇരുവരും UK-യിൽ എത്തിയത്. സെപ്റ്റംബറിൽ ഒൽദാമിൽ ഒരുമിച്ച് താമസവും ആരംഭിച്ചു. ഹബീബൂർ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെ കുൽസുമ 2023 സഹോദരൻ്റെ വീട്ടിലേക്ക് പോയി. എന്നാൽ ഹബീബൂർ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയതോടെ യുവതി തിരികെ വീട്ടിലെത്തുകയായിരുന്നു. 2023 നവംബറിൽ ഒരു സഹപ്രവർത്തകൻ അയച്ച മെസ്സേജിനെ ചൊല്ലി ഹബീബൂർ ഭാര്യയെ കത്തി കാട്ടി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. പിന്നാലെ യുവാവിൻ്റെ സഹോദരി പോലീസിനെ ഇക്കാര്യം അറിയിക്കുകയും ഹബീബൂറിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. തുടർന്നാണ് 2024 ജനുവരിയിൽ കുൽസുമ ബ്രാഡ്ഫോർഡിലെ അഭയകേന്ദ്രത്തിലേക്ക് മാറിയത്. ഭാര്യയെ മേക്കപ്പെടാനോ ചായ കുടിക്കാനോ പോലും പ്രതി അനുവദിച്ചിരുന്നില്ല എന്ന് വിചാരണയ്ക്കിടെ കോടതിയോട് വ്യക്തമാക്കി. തനിക്ക് ചായ ഇഷ്ടമില്ലാത്തതിനാലാണ് ഇയാൾ ഭാര്യയെയും വിലക്കിയത്. തനിക്കിഷ്ടമുള്ള ഭക്ഷണം മാത്രം വീട്ടിൽ പാകം ചെയ്യണം, തനിക്കിഷ്ടമുള്ള പാട്ടുകൾ കേൾക്കണം, തൻ്റെ പ്രിയപ്പെട്ട കാര്യങ്ങളോട് ഭാര്യ നിർബന്ധപൂർവ്വം യോജിക്കണം എന്നീ പിടിവാശികൾ ഇയാൾക്കുണ്ടായിരുന്നു. ഭാര്യയുടെ ഫോണ് നിരന്തരം പരിശോധിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നുവെന്നും കോടതി കണ്ടെത്തുകയായിരുന്നു. ബെഡ്ഫോർഡ്ഷയർ സർവകലാശാലയിൽ നിന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ബിരുദാനന്തര ബിരുദം നേടിയ ഹബീബൂർ യാത്രാ വ്ളോഗുകളും മറ്റ് വിശേഷങ്ങളും യൂട്യൂബിലൂടെ സ്ഥിരം പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. അമിതമായ സംശയരോഗം, തൻ്റെ ഭാര്യയ്ക്ക് സൗന്ദര്യമുണ്ട് എന്ന ചിന്ത, ഇതെല്ലാം തന്നെ ഇയാളെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് തള്ളിയിട്ടു. സ്വന്തമായി ഓരോന്ന് ചിന്തിച്ചു കൂട്ടി അതിൽ വൈകാരികമായി പ്രകടനം നടത്തുന്നയാളാണ് ഹബീബൂർ എന്ന് അയാളുമായുള്ള അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്.